പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് ഒരു വേർഡ് തന്നിട്ട് അതിന്റെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. എന്നാ ഇനി ആ 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് ആക്കിയാലോ? നോക്കിക്കേ, ഇത് ഒക്ടോബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് വെച്ചുള്ള നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. തീർന്നില്ല, നമുക്കൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ്? ടേക്കൺ ഓൾ അറ്റ് എ ടൈം വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ പി എന്ന് പറയുന്ന ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ബാക്കി ഇൻഡിപെൻഡൻസിലെ ലെറ്റേഴ്സ് വെച്ച് നമുക്ക് എത്ര നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ്ലി എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന വേർഡ് ഏതാണ്? ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിനകത്ത് എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്? നമുക്ക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിൽ 12 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നോക്കിക്കോണം, 12 ലെറ്റേഴ്സിൽ നമ്മൾ ആദ്യം പറഞ്ഞു പി എന്ന് പറയുന്ന ലെറ്റർ എന്താണ്? ഫിക്സഡ് ആണ്. പി എന്ന് പറയുന്ന ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനെ അവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ബാക്കി നമുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ബാക്കി നമുക്ക് 11 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ 11 ലെറ്റേഴ്സ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് നോക്കാൻ പോകുന്നത്. പി അവിടെ ഫിക്സഡ് ആണേ. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമ്മുടെ 11 ഫാക്ടോറിയൽ. അപ്പൊ നമ്മുടെ 11 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ. മക്കളെ നോക്കിക്കേ, നമ്മുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡ്സിനകത്ത് 2-3 ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? ഏതൊക്കെയാണ്? നോക്കിക്കേ, എൻ എന്ന് പറയുന്ന ലെറ്റർ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡി എന്ന് പറയുന്ന ലെറ്റർ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇ എന്ന് പറയുന്ന ലെറ്റർ ആണെങ്കിലോ 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലെ? സോ അപ്പൊ എന്ത് ചെയ്തു? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ. അപ്പൊ നോക്കി, എൻ എന്ന് പറയുന്നത് 3 തവണ. അപ്പൊ എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു, നോക്കിക്കേ, ഡീനെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്ന? 2 തവണ. അപ്പൊ എന്ത് ചെയ്തു? വീണ്ടും 2 ഫാക്ടോറിയൽ താഴെ വരും. നോക്കിക്കേ, ഇനി ഇ ആണെങ്കിലോ? ഇ ആണെങ്കിൽ 4 തവണ. അപ്പൊ എന്താ? 4 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് മക്കളെ വരുന്നത്? ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? യെസ്, 1,38,600 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ?